നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ കുമിൾ മീൻമുട്ടി വാട്ടർഫാൾസിലേക്കാണ്. MC റോഡിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൊളിക്കുഴിയിലെത്തും. അതിന് സമീപമാണ് ഇരുന്നൂട്ടി എന്ന ഗ്രാമം. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമീപം വീടുകളും ഒക്കെയുണ്ട്, പാർക്കിംഗ് സൗകര്യം ഒക്കെ ലഭ്യമാണ്. കൂടാതെ മീൻമുട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഭാവിയിലൂടെ സന്ദർശിക്കാനായി ടിക്കറ്റൊക്കെ വേണ്ടിവരും എന്ന് പ്രത്യാശിക്കുന്നു. വെള്ളച്ചാട്ടം കാണാനായിട്ടുള്ള ഹാപ്പിനെസ്സാണ് ആമയ്ക്കും ആദിക്കും ഒക്കെ. ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. മഴ സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. കൊല്ലം ജില്ലയിലെ മങ്കാട് നിന്ന് ഉത്ഭവിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ചിറ്റാറിൽ പതിക്കുന്ന തോടാണിത്. മഴക്കാലത്ത് വരുന്നതാണ് അത്യുത്തമം. വിനോദസഞ്ചാരത്തിന് നല്ല സ്കോപ്പാണ് ഇവിടെ. ശ്രീനാരായണ ഗുരു ദളിതരെ ഊട്ടിയ സ്ഥലമായതുകൊണ്ടാണ് ഇരുന്നൂട്ടി എന്ന് ഇവിടം അറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഈ വെള്ളച്ചാട്ടത്തെ പറ്റി ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് മീൻമുട്ടി വെള്ളച്ചാട്ട ലൊക്കേഷനുകൾ കാണാം. അതിൽ കുമിൾ ഇരുന്നൂട്ടി മീൻമുട്ടി എന്ന് ചൂസ് ചെയ്താലാണ് ഇവിടെ എത്താൻ സാധിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പാറക്കെട്ടുകളുണ്ട്, കുളിക്കാൻ നല്ല ശുദ്ധമായ ജലമുണ്ട്, പ്രാർത്ഥിക്കാൻ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അപകട മേഖല ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി നല്ലപോലെ നീന്താനും കുളിക്കാനും യഥേഷ്ടം സാധിക്കും. മഴയായതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ടാകും, അതുകൊണ്ട് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. ഇവിടം സാമൂഹ്യ വിരുദ്ധ ശല്യമൊന്നും ഉള്ള ഏരിയയേ അല്ല. മഴയായിട്ടും ഒരുപാട് പേര് വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇവിടെ ഇറങ്ങി കുളിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ഒരു ആൽമരമുണ്ട്. അവിടെ ആരോ ഒരു കൃഷ്ണൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൈവേക്ക് തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ദീർഘയാത്രയോ മറ്റോ ചെയ്തു വരുന്നവർക്ക് ഒന്ന് ഫ്രഷായി പോകാനായിട്ട് സാധിക്കും. വീഡിയോയിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച. മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര ഒഴുക്കാണ്. കുതിച്ച് പാഞ്ഞ് ഒഴുകുന്ന വെള്ളമാണ് ഇപ്പോൾ നിലവിൽ. കോടമഞ്ഞിൻ്റെ പുകമറ പോലെ വെള്ളത്തിൻ്റെ തുള്ളികൾ വിസ്മയം തീർക്കുന്ന അതിമനോഹരമായ കാഴ്ച. എല്ലാവരും ഈ വെള്ളച്ചാട്ടം ഒന്ന് വന്ന് കണ്ടിരിക്കണം. ചെറിയ ഒരു ചാറ്റൽ മഴ അങ്ങനെ നിൽക്കുന്നു. കുടയും റെയിൻകോട്ടുമൊക്കെയായി നിരവധി പേർ ഈ മനോഹരമായ കാഴ്ച കാണാൻ നിൽപ്പുണ്ട്. ആദിയും ആമിയും ഒക്കെ നല്ല ഹാപ്പിയായി. ആദിക്ക് ഇവിടെ നിന്ന് ഒരു പൂവ് കിട്ടി. അതും കൊണ്ട് നടപ്പാണ് ഇപ്പോൾ അവൻ്റെ പ്രധാന പണി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വി വിൽ കം ബാക്ക്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.